ഇറാനിലെ മുസ്ലിങ്ങൾ ഷിയ വിഭാഗത്തിൽപ്പെടുന്നു. 90% ഷിയാക്കളാണ്, 10% സുന്നികളുമുണ്ട്. മതം മാറ്റുവാനുള്ള ശ്രമം ഷിയാക്കൾ നടത്തിയിരുന്നു പണ്ടുകാലത്ത്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലുള്ള സുന്നികൾ ഭൂരിഭാഗവും ഷിയ മതം സ്വീകരിക്കാതെ മുസ്ലിങ്ങളായി തന്നെ തുടരുന്നു. ഷിയാക്കളുടെ വിശ്വാസപ്രകാരം സുന്നികളെ മതം മാറ്റി ഷിയാക്കളാക്കുക എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്വമാണ്. ക്രിസ്ത്യാനികളെ പോലെ ശക്തമായ മിഷണറി പ്രസ്ഥാനങ്ങൾ ഷിയാക്കൾക്കിടയിലുണ്ട്. പലപ്പോഴും ഷിയാക്കളും സുന്നികളും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായതും ഈ നിർബന്ധ മതപരിവർത്തനം മൂലമാണ്. ഇപ്പോൾ ഇറാനിൽ പോയാൽ കുറേയധികം ക്രിസ്ത്യാനികളെയും ചെറിയ എണ്ണം ജൂതന്മാരെയും കാണുവാൻ പറ്റും. കാരണം ഇപ്പോൾ രാജ്യത്തിനകത്തുള്ള ജൂതന്മാരുമായി ഷിയാക്കൾക്ക് ശത്രുതയില്ല. അവർക്ക് ജൂതപ്പള്ളി ഉണ്ടാക്കുവാനുള്ള അനുവാദവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ പള്ളികളും ഇറാനിലുണ്ട്. ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഇറാൻ ഭരിച്ചിരുന്നത് പാശ്ചാത്യ സംസ്കാരമുള്ള ഷാ പഹലവി രാജകുടുംബമായിരുന്നു. അന്നത്തെ കാലത്ത് ഇസ്ലാം മതത്തിന് ഇറാനിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നില്ല. പള്ളികൾ ഉണ്ടായിരുന്നുവെങ്കിലും പള്ളികളിൽ സ്ഥിരമായി പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കുറവായിരുന്നു. മതേതരമായ ഒരു ഗവൺമെന്റായിരുന്നു അന്ന് ഇറാനിൽ ഉണ്ടായിരുന്നത്. ജനങ്ങളാണെങ്കിൽ വലിയ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. പെൺകുട്ടികൾ വളരെ ഫാഷനബിളായി ഡ്രസ്സ് ചെയ്യുകയും ചെയ്തിരുന്നു ഷാ പഹലവിയുടെ കാലത്ത്. 44 വർഷം മുമ്പ് ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ ഇസ്ലാമിക വിപ്ലവം കാര്യങ്ങൾ വളരെയധികം മാറ്റിമറിച്ചു. ഇസ്ലാം മതത്തിന് സമൂഹത്തിൽ ഉയർന്ന പ്രാധാന്യം നൽകി. ഇന്ന് മാത്രമല്ല, എല്ലാ ചടങ്ങുകളും സെലിബ്രേഷൻസും പള്ളികളെ കേന്ദ്രീകരിച്ചായി. പള്ളികളിൽ ആളുകൾ ആഴ്ചയിൽ ഒന്നിലധികം തവണ വരേണ്ട ആവശ്യം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഇസ്ലാമിക സംസ്കാരം ഇറാന്റെ സമൂഹത്തിന്റെ അടിത്തറയാക്കി മാറ്റുവാൻ ഷിയാക്കൾക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇറാനിലെ ജനങ്ങളിൽ പകുതി പേർ മാത്രമേ കണിശമായ ഇസ്ലാമിക രീതിയിൽ ജീവിക്കുന്നുള്ളൂ. പകുതി പേർ നിരീശ്വരവാദികളാണ്. അതിന് കാരണം ഷാ പഹലവി ഭരിച്ചിരുന്ന കാലത്ത് ഇറാനുകൾ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യവും പാശ്ചാത്യ രീതിയിലുള്ള ജീവിതശൈലിയുമാണ്. ഇപ്പോഴും അതാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോഴും വെള്ളിയാഴ്ചകളിൽ ഇറാനിലെ പള്ളികളിൽ പകുതിയോളം ആളുകൾ മാത്രമേ ജുമാ നമസ്കാരത്തിന് പങ്കെടുക്കുന്നുള്ളൂ. മറ്റ് അറബ് രാജ്യങ്ങളിൽ 100% ആളുകളും പങ്കെടുക്കുന്നു. ഇറാനിലെ പള്ളികളിലെ അറ്റൻഡൻസ് കുറവ് ഒരു വലിയ വൈചിത്ര്യമായി പാശ്ചാത്യ ലോകം പോലും എടുത്തു കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ 4 മതങ്ങളെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. 1 ഇസ്ലാം മതം, 2 സൗരാഷ്ട്ര മതം, 3 ജൂതമതം, 4 ക്രിസ്തു മതം. ഈ 4 മതങ്ങളിൽ പെടാത്ത ആളുകളെ അവർ അംഗീകരിക്കുകയില്ല. നിരീശ്വരവാദികൾക്ക് ഇറാനിൽ സാമൂഹികമായ അംഗീകാരമില്ല. നിരീശ്വരവാദികൾ ഈ 4 മതം തിരഞ്ഞെടുക്കണമെന്ന് നിർബന്ധിക്കുന്നുണ്ട്. ഹിന്ദു മതത്തെ ഇറാൻ അംഗീകരിച്ചിട്ടില്ല. കാരണം ഇറാൻ വിഗ്രഹാരാധനയ്ക്ക് വളരെ എതിരാണ്. പക്ഷേ പാകിസ്ഥാനുമായി കടുത്ത ശത്രുതയുള്ളത് കൊണ്ട് ഇന്ത്യയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ഇറാന് അടുത്ത കാലത്തായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പാശ്ചാത്യ ലോകം ഇറാനെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഇറാന് സൈനിക സഹായം നൽകിയതും ഇന്ത്യയാണ്. അതുകൊണ്ട് ധാരാളം ഇന്ത്യൻ ഓഫീസർമാരും ഹിന്ദു നയതന്ത്ര പ്രതിനിധികളും ഇപ്പോൾ ഇറാനിൽ താമസിക്കുന്നു. അതുകൊണ്ട് ഹിന്ദു മതത്തോട് ഒരു മൃദു സമീപനമാണ് അടുത്ത കാലത്തായി ഷിയാക്കൾ സ്വീകരിക്കുന്നത്. ടെഹ്റാൻ നഗരത്തിൽ ഒരു ഹിന്ദു അമ്പലം ഉണ്ടാക്കുവാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹിന്ദു റെസ്റ്റോറൻറ്റ്സും നടത്തുന്നുണ്ട്. ഗോവിന്ദ റെസ്റ്റോറൻറ്റ് ടെഹ്റാൻ നഗരത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇറാനിൽ പഠിക്കുവാൻ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇറാനിയൻ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. ധാരാളം ഇറാനിയൻ വിദ്യാർത്ഥികൾ മൈസൂരിലും ബാംഗ്ലൂരിലും പഠിക്കുന്നു. അവർക്ക് ഇന്ത്യ ഗവൺമെന്റ് മാസം 15,000 രൂപ പോക്കറ്റ് മണി കൊടുക്കുന്നു. അതിനു പുറമെ ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും വിമാന ടിക്കറ്റ് ചെലവും ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇതേ തരത്തിലുള്ള അലവൻസുകളാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇറാനിൽ കൊടുക്കുന്നത്. കോഴിക്കോട്ടെ ഒരു ആദർശവാനായ അധ്യാപകൻ മകളെ കാശ് കൊടുത്ത് മെഡിക്കൽ കോളേജിൽ ചേർക്കുവാൻ തയ്യാറല്ല എന്ന് തീരുമാനിക്കുകയും ഡൽഹിയിൽ പോയി ഇറാൻ എംബസിയിൽ ഒരു അപേക്ഷ കൊടുക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ മകൾക്ക് ടെഹ്റാൻ നഗരത്തിൽ MBBSന് സീറ്റ് ലഭിച്ചു. ആ കുട്ടിയുടെ പഠന ചെലവും ഹോസ്റ്റൽ ചെലവും അതുപോലെ ആദ്യത്തെ തവണ യാത്ര ചെയ്തപ്പോൾ രക്ഷിതാക്കൾ കൂടെ പോകുന്നതിനുള്ള വിമാന ടിക്കറ്റ് ചെലവും ഒക്കെ ഇറാൻ ഗവൺമെന്റാണ് കൊടുത്തത്. ഇത്തരത്തിൽ ഇന്ത്യ ഗവൺമെന്റും ഇറാൻ ഗവൺമെന്റും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 44 വർഷം മുമ്പാണ് ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം അരങ്ങേറിയത്. ആയത്തുള്ള ഖുമൈനി ആയിരുന്നു അതിന്റെ നേതാവ്. അതോടുകൂടി ഗവൺമെന്റും മതവും ഇറാനിൽ ഒന്നായി മാറി. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇസ്ലാമിക നിയമപ്രകാരവും ആക്കുകയും ചെയ്തു. ഇറാനിലെ വിദ്യാഭ്യാസ മേഖലയിലും ടെലിവിഷൻ പത്രമാധ്യമ മേഖലകളിലും പൂർണ്ണമായ കൈകടത്തലുകൾ ഇറാൻ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. ഇറാനിൽ ചെറിയ കുട്ടികളെ ഇസ്ലാം മതം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ മക്തബ് എന്ന് പറയും.
അതിനു പുറമെ ഗവൺമെന്റ് സ്കൂളുകൾ വേറെയുമുണ്ട്. അവിടെയും ഇസ്ലാം മതം പഠിപ്പിക്കുന്നുണ്ട്. വലിയ കുട്ടികളെ മദ്രസയിലാണ് ചേർക്കുക. അത് കോളേജ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഷിയാ മതമാണ് മദ്രസകളിൽ കൂടുതലായി പഠിപ്പിക്കുന്നത്. ഓരോ മദ്രസക്കും ഓരോ ഇമാമും ഉണ്ടാകും. വമ്പിച്ച അധികാരങ്ങളുണ്ട് മദ്രസകളുടെ ഇമാമുമാർക്ക്. വലിയ മദ്രസകൾ സർവകലാശാലകളായി പ്രവർത്തിക്കുന്നു. മദ്രസകളിലെ വിദ്യാർത്ഥികളെ താലിബാസ് എന്നാണ് പറയുക. മദ്രസകളിലെ വിദ്യാർത്ഥികൾക്ക് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ ഗവൺമെന്റ് 7 വർഷത്തേക്ക് അവരുടെ ഭക്ഷണ ചെലവ് കൊടുക്കാറുണ്ട്. 7 വർഷം കഴിയുമ്പോൾ അവരെ മുല്ലമാരായി അപ്പോയിന്റ് ചെയ്യും. ഇപ്പോൾ ഇറാനിൽ ഏകദേശം 40,000 താലിബാസ് മദ്രസകളിൽ പഠിക്കുന്നു. കൂടുതലും കോം നഗരത്തിലാണ് മദ്രസകൾ ഉള്ളത്. 60 മദ്രസകൾ കോം നഗരത്തിൽ മാത്രമുണ്ട്. ഇപ്പോൾ ഇറാനിൽ 3 ലക്ഷത്തോളം പുരോഹിതന്മാരുണ്ട്. അതിനു പുറമെ 60,000-ഓളം മതപ്രചാരകർ പട്ടണങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഗ്രാമങ്ങളിൽ ഇസ്ലാം മത പ്രവർത്തകരുടെ എണ്ണം ഇതിനേക്കാൾ കൂടുതൽ വരും. അതിനു പുറമെ മരിച്ചുപോയ പ്രധാനപ്പെട്ട ഇസ്ലാമിക പണ്ഡിതന്മാരുടെ മക്ബറകൾ നല്ലപോലെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കാണുന്നത് പോലെയുള്ള ദർഗകൾ ഇറാനിലുമുണ്ട്. പക്ഷെ കുറെ കൂടി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അധികമാണ്. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ദർഗകൾ സന്ദർശിക്കാത്ത ഇറാനികൾ കുറവാണ്. ഇന്ത്യക്കാരെ പോലെ കൊല്ലത്തിൽ ഒരിക്കലല്ല ദർഗയിൽ പോവുക. എല്ലാ ദർഗയിലും കൃത്യമായ ഉറൂസുകളും ഉത്സവങ്ങളും ഉണ്ടാവുകയും ചെയ്യും. ഇന്ത്യയിലെ സൂഫികളുമായി വലിയ വ്യത്യാസമില്ല ഇറാനിലെ ഷിയാക്കൾക്ക്. പക്ഷേ കുറെ കൂടി വ്യാപകമായ ആഘോഷങ്ങളും വ്യാപകമായ ചടങ്ങുകളും ഷിയാക്കൾക്കുണ്ട്. ഇപ്പോൾ മൊത്തം 1100-ഓളം ദർഗകൾ ഇറാനിലുണ്ട്. ഏറ്റവും വലിയ ദർഗ 8ാമത്തെ ഇമാമായിരുന്ന അലി അൽ റീദായുടെ ദർഗയാണ്. മഷാദ് മക്ബറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അവിടത്തേക്ക് തീർത്ഥയാത്ര പോവുക ഇറാനികളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അവിടെ പോയി തിരിച്ചു വന്നാൽ പേരിന്റെ മുമ്പിൽ മഷ്ടി എന്ന് ചേർക്കും. 40 ലക്ഷം ഷിയാക്കൾ എല്ലാ വർഷവും മഷദ് മക്ബറ കാണുവാൻ വേണ്ടി വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം മഷദ് മക്ബറയാണെന്ന് ഇറാനികൾ അവകാശപ്പെടുന്നു. അയത്തുള്ള ഖുമൈനി മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ഖബർ വലിയ രീതിയിൽ കെട്ടിപ്പൊക്കുകയും ടെഹ്റാൻ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദർഗയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഷിയാക്കളാണ് ഈ മക്ബറ കാണുവാൻ എല്ലാ കൊല്ലവും ടെഹ്റാനിലെത്തുന്നത്. ഇറാനിൽ ഓരോ പട്ടണത്തിനും പ്രത്യേകം മക്ബറകളും ഓരോ ഗ്രാമത്തിനും സ്വന്തമായ മക്ബറകളുമുണ്ട്. അതിനു പുറമെ വിദേശ രാജ്യങ്ങളിൽ ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളിൽ കർബല മക്ബറ വളരെ പ്രശസ്തമാണ്. ധാരാളം ഇറാനികൾ വിദേശത്ത് പോയും കർബല പോലെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. ഇറാനിലെ മക്ബറകൾക്ക് ഗവൺമെന്റ് ധനസഹായം കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയ മക്ബറകൾക്ക് ധനികരായ ഷിയാക്കൾ വഖഫ് സ്വത്ത് ദാനം ചെയ്യുന്നു. മദ്രസകൾക്കും മക്തബുകൾക്കും ആശുപത്രികൾക്കും ലൈബ്രറികൾക്കും അനാഥാലയങ്ങൾക്കും ഇത്തരത്തിൽ വഖഫ് സ്വത്ത് കൊടുക്കുന്ന സമ്പ്രദായം ഇറാനിലുണ്ട്. കഴിഞ്ഞ വർഷം ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അമേരിക്ക സന്ദർശിച്ചപ്പോൾ CNN ലേഖിക അമാൻ പോറിന് ഒരു ഇന്റർവ്യൂ അനുവദിച്ചു. ഇറാന് പറ്റിയ ഒരു അബദ്ധമായിരുന്നു ഈ അനുവാദം. അമേരിക്കക്കാരാണെങ്കിൽ അമാൻ പോറിനെ പോലെ വിദഗ്ധയായ ഒരു പത്രപ്രവർത്തകയെ നേരിടുവാൻ ഇറാന്റെ രാഷ്ട്രപതി ഇബ്രാഹിം റൈസിക്ക് സാധിക്കുകയില്ല എന്ന് പ്രവചിക്കുകയും ചെയ്തു. ലോകം മുഴുവൻ കാതോർത്തിരുന്നതാണ് ആ ഇന്റർവ്യൂവിന് വേണ്ടി. പക്ഷേ ഇന്റർവ്യൂവിന് തൊട്ടു മുമ്പ് അറിയിച്ചു അമാൻ പോർ തല മറച്ചുകൊണ്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്ന്. സാധാരണ മുസ്ലിം രാജ്യങ്ങളിൽ പോയി രാഷ്ട്രപതിമാരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ BBC ലേഖികമാർ തലമറക്കാറുണ്ട്. പക്ഷെ അമേരിക്കയിൽ വെച്ച് തലമറക്കാൻ CNN ലേഖിക അമാൻ പോർ തയ്യാറായില്ല. അങ്ങനെ ഈ ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്തതായി ഇറാൻ CNN അറിയിച്ചു. ഇത്തരത്തിൽ ഇറാനികൾ വളരെ സമർത്ഥരും തന്ത്രശാലികളുമായതുകൊണ്ട് അവർക്ക് അമേരിക്കയെയും യൂറോപ്യൻ യൂണിയനെയും വരച്ച വരയിൽ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയും കാനഡയും ഇപ്പോൾ ഇറാനെതിരെ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അമേരിക്കയെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഇറാന് ആത്മവിശ്വാസമുണ്ട്. കാരണം ഇറാനികൾ ദൈവവിശ്വാസികളാണ്. ഇറാൻ ഏഷ്യയിലെ ഒരു പ്രാദേശിക ശക്തിയാണ്. 9 കോടി ജനങ്ങൾ ഇറാനിൽ താമസിക്കുന്നു. ഇറാന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ ലൊക്കേഷനാണ്. തുർക്കിക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും വളരെ അടുത്താണ് ഇറാൻ. ധാരാളം എണ്ണ സമ്പത്തുള്ള സമ്പന്നമായ ഒരു രാജ്യമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മിലിറ്ററികളിലൊന്നാണ് ഇറാന്റെ മിലിറ്ററി. ശാസ്ത്രത്തിലും സാങ്കേതിക മേഖലയിലും വളരെ മിടുക്കന്മാരാണ് ഇറാനികൾ. വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും സംസ്കാര സമ്പന്നരുമാണ് ഇറാനിലെ ജനങ്ങൾ. ഇറാന്റെ ബദ്ധശത്രുവായ അമേരിക്കയിൽ 2 ലക്ഷം ഷിയാക്കൾ യാതൊരു പ്രശ്നവുമില്ലാതെ പരസ്യമായി തങ്ങളുടെ മതം പ്രചരിപ്പിക്കുകയും ആത്മവിശ്വാസത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു.